വെൽക്കം ടു അവർ ചാനൽ മൈൻഡ് ഇൻ മൂവ്മെൻറ്റ്. നമുക്ക് നിഫ്റ്റിയിലോട്ട് കിടക്കാം. നിഫ്റ്റിയിൽ നമ്മൾ ഇന്നലെ എന്താണ് പറഞ്ഞത്? ഇന്നലെ നമ്മൾ പറഞ്ഞത് ഒരു സ്മോൾ ഗ്യാപ്പ് അപ്പോ ഒരു സ്മോൾ ഗ്യാപ്പ് ഡൗണോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ അതിനുശേഷം 24,000 ഒരു 80ൻ്റെ മുകളിൽ ഒരു ബ്രേക്ക് ഔട്ട് വരുവാണെങ്കിൽ ഇവിടുന്ന് ട്രേഡ് എടുത്ത് 200 വരെയുള്ള ടാർഗറ്റ് എടുക്കുമെന്നാണ് പറഞ്ഞത്. പിന്നെ അഥവാ ഒരു ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഈ ഒരു ലെവൽ വന്നു കഴിഞ്ഞാൽ ട്രേഡ് എടുക്കുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് കിട്ടിയത്. നമ്മളെ ടാർഗറ്റ് എവിടെയാണോ പറഞ്ഞത് ആ ഒരു ലെവലാണ് ഓപ്പണിംഗ് വന്നത്. അതിനുശേഷം മാർക്കറ്റ് പയ്യെ അങ്ങനെ ഒരു ഫോള് വന്നു. ഞാൻ ഈ ഒരു ലെവലും ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് നല്ലൊരു സപ്പോർട്ട് സോണാണ്. ഞാൻ ഇവിടെ ഒരു ട്രേഡ് ഇട്ടിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ. നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിറങ്ങി. ഓക്കെ, നമ്മൾ എന്താണ് ഇന്നലെ അനലൈസ് ചെയ്തത്? നമ്മൾ ഇന്നലെ അനലൈസ് ചെയ്തതിനനുസരിച്ച് ട്രേഡ് ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് തൊട്ട് എത്ര ടൈം വരെ 9:15 മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അത് തൊട്ട് 12:30 വരെ നമ്മളുടെ ഒരു അനാലിസിസ് അനുസരിച്ച് ഒരു ട്രേഡ് വന്നേ ഇല്ല. അതിനുശേഷം നമ്മൾ ട്രേഡ് വന്നപ്പോൾ നമ്മളിവിടെ എക്സിക്യൂട്ട് ചെയ്തു. ഞാൻ അതാണ് പറഞ്ഞത്, നമ്മൾ അനാലിസിസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിലൊരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ചിലവർ ഈ ഒരു ക്യാൻഡിൽ ഇവിടെ തന്നെ ഒരു ഫസ്റ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയപ്പോൾ തന്നെ ഇവിടെ ട്രേഡ് എടുത്ത് വെച്ചു, അതുകൊണ്ട് മുകളിലോട്ട് കയറും എന്നുള്ള രീതിയിൽ ട്രേഡ് എടുത്ത് വെച്ചു. അങ്ങനെ ലോസ് വന്ന കുറേ ആൾക്കാരുണ്ട്, നമ്മുടെ ഗ്രൂപ്പിലുള്ളവരുണ്ട്. അതുകൊണ്ട് എന്താ പറയുക, നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ട്രേഡ് അനലൈസ് ചെയ്ത് നമ്മുടെ രീതിയിലോട്ടുള്ള ഒരു മൂവ്മെൻറ്റ് വന്നില്ല, നമ്മൾ എക്സിക്യൂട്ട് ചെയ്തില്ല. അതിനുശേഷം നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് ഈ ഒരു റേഞ്ചിൽ നമുക്ക് കിട്ടി. ഓക്കെ, നാളത്തേക്ക് അപ്പോൾ എന്താണ് നിഫ്റ്റിയിൽ അനാലിസിസ് ഞാൻ ഓൾറെഡി വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് ക്യാൻഡിലോട്ട് പോകാം. ഞാൻ ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അധികം വലിയൊരു ഗ്യാപ്പ് അപ്പ് അല്ല, ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഫ്ലാറ്റ് ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയ ഗ്യാപ്പ് അപ്പോ ചെറിയ ഗ്യാപ്പ് ഡൗണോ ഇല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് എങ്ങനെയാണേലും അതിനായിരിക്കും ഞാൻ ഇൻട്രസ്റ്റഡ്. വളരെ നല്ലൊരു ലെവലായിരിക്കും അത്. എന്ന് വെച്ചാൽ നാളെ മാർക്കറ്റ് സപ്പോസ് ഇങ്ങനെ ഒരു ഇവിടെ നിന്ന് മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആയി അതിനുശേഷം കുറേ നേരം ഇവിടെ ടൈം വേസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ട്രേഡ് എടുക്കും. എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്താണ്? 24,450 ആണ് എൻ്റെ ടാർഗറ്റ്. അവിടെ ഞാൻ നാളെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. ഇതിൻ്റെ ഒരു 15 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ എന്ന് ഞാൻ പറയുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബെറ്റർ. അല്ലെങ്കിൽ നാളെ ഒരു 24,360ൻ്റെ മുകളിൽ ഒരു 15 അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യും. എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 24,450. പിന്നെ 450 ആണ് എൻ്റെ ടാർഗറ്റ്. ഞാൻ അവിടെ എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിറങ്ങും. ഞാൻ വലിയ മൂവ്മെൻറ്റിനോട്ട് ഇരിക്കില്ല. അതിനുശേഷം ചിലപ്പോൾ ഒരു 24,500 വരെയുള്ള ഒരു മൂവ്മെൻറ്റ് വന്നതിന് ശേഷം മാർക്കറ്റ് എങ്ങനെ ചെയ്യാം? ഇങ്ങനെ ഒരു ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് വന്ന് ഇവിടെ ഇങ്ങനെ മാർക്കറ്റ് കയറി ഒരു 24,500 വരെ വന്നിട്ട് ഇവിടെ നിന്ന് ഒരു റിവേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് കയറാൻ ചാൻസ് ഉണ്ട്. മാർക്കറ്റിൽ എന്താണ് ഇപ്പോൾ നല്ലൊരു സ്ട്രെങ്ത് ഉണ്ട്, ന്യൂസൊക്കെ ഒരുവിധം നല്ല രീതിയിൽ ന്യൂസൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് നല്ലൊരു സ്ട്രെങ്ത് ഉണ്ട്. 25,000 വരാനുള്ള ഒരു മൂവ്മെൻറ്റ് സ്ട്രെങ്ത് ഇപ്പോൾ മാർക്കറ്റിൽ കാണുന്നുണ്ട്. ഓക്കെ, ഓൾറെഡി നമ്മൾ പറഞ്ഞ ആ ലെവലും ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നിഫ്റ്റിയിൽ ലെവൽ നോക്കി സിമ്പിളായിട്ട് ട്രേഡ് എടുക്കുക. നമ്മൾ ഒരിക്കലും കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. ഓക്കെ, അതിനുശേഷം നമ്മൾ പറഞ്ഞ സ്റ്റോക്സ് എല്ലാം ഒരുവിധം നല്ലൊരു റിട്ടേൺ തന്നിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക, KE ഇൻഡസ്ട്രീസിലൊക്കെ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടി. നമ്മൾ ഇന്നലെ ഈ ലെവലാണ് പറഞ്ഞത്. ഈ ലെവലിൽ ഇന്നലെ ഞാൻ ട്രേഡ് പറഞ്ഞു, വാച്ച് ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷം എത്ര ഒരു മൂവ്മെൻറ്റാണ് തന്നത് നോക്ക്. ഇവിടെ നിന്നൊരു 4% മൂവ്മെൻറ്റാണ് കണ്ട. 4% മൂവ്മെൻറ്റാണ് നമുക്ക് കിട്ടിയത്. അതേപോലെ തന്നെ പിഡിലൈറ്റ് ഞാൻ ഇന്നലെ ഒരു 1360 ആ റേഞ്ചിലാണ് ഞാൻ ഇന്നലെ ട്രേഡ് പറഞ്ഞത്. അതിനകത്ത് നോക്കിയേ, ഈ റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് എത്ര മൂവ്മെൻറ്റ് ചെയ്തു? നമ്മുടെ സെക്കൻഡ് ടാർഗറ്റാണ്, ഒരു 4% മൂവ്മെൻറ്റ് അതിലും കിട്ടി. PNBയിൽ ഇന്ന് റീ എൻട്രിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നോക്കി വെക്കുക. പിന്നെ ഈ APL അപ്പോളോയിലും അതിനകത്ത് ഒരു നല്ലൊരു മൂവ്മെൻറ്റ് വരുന്നുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ഹോൾഡ് ചെയ്യുക. ആ സ്റ്റോക്കൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നിങ്ങൾ ഡിസിപ്ലിൻ ആയിട്ട് അത് ഹോൾഡ് ചെയ്ത് വെക്കുക. ടെൻഷൻ അടിക്കാതെ ഹോൾഡ് ചെയ്ത് വെക്കുക. നമുക്ക് നാളത്തേക്ക് കുറച്ച് സ്വിംഗ് ട്രേഡിനായിട്ട് 2 സ്റ്റോക്സ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞറിയാം ഏതൊക്കെയാണ്. ഒന്ന് സുപ്രീം ഇൻഡസ്ട്രീസിൽ എങ്ങനെയായിരിക്കും ട്രേഡ് ഞാൻ എടുക്കാൻ പോകുന്നത്? സപ്പോസ് നാളെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്, ചെറിയ ഗ്യാപ്പ് ഡൗണിങ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയതിനു ശേഷം ഈ ഒരു ലെവലിൽ നിന്ന് ഇവിടെ ഒരു ഓപ്പണിംഗ് ശേഷം ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ, നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ഫോർമേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആയിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് ഞാൻ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യും. എൻ്റെ ടാർഗറ്റ് എന്താണ്? എൻ്റെ ടാർഗറ്റ് ഈ ഒരു ലെവലായിരിക്കും, 4,000 ലെവലായിരിക്കും എൻ്റെ ടാർഗറ്റ്. ഞാൻ 15 മിനിറ്റിൽ കാണിച്ചു തരാം. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആയിരിക്കും എൻ്റെ ടാർഗറ്റ്. ഒരു സ്വിംഗ് മൂവ്മെൻ്റ് ആണ് അതിനകത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയതിനു ശേഷം ഇവിടെ ഒരു 15 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ. അതിനുശേഷം മാർക്കറ്റിൽ ഞാൻ അപ്സൈഡിലോട്ട് ഇൻട്രസ്റ്റ് ആണ്. അപ്പോഴും ലെവൽ എൻ്റെ ടാർഗറ്റ് എന്താണ് 4000 തന്നെയാണ്. ഒരു 300 പോയിൻറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ നോക്കാം ഇതിനകത്ത്. പിന്നെ അടുത്ത സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹുണ്ടായിൽ എങ്ങനെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്? ഹുണ്ടായിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്, സപ്പോസ് നമുക്കൊരു 1 ഡേ ടൈം ഫ്രെയിമിലോട്ട് പോയി നോക്കാം എന്താണ് അതിനകത്തൊരു മൂവ്മെൻറ്റ് വരാൻ ചാൻസ്. ഓക്കെ, ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ ട്രേഡ് എടുക്കാമെന്ന് പറഞ്ഞുതരാം. ഒരു 1 അവർ ടൈം ഫ്രെയിമിലോട്ട് പോയി ശേഷം ഒരു 15 മിനിറ്റ്. ഓക്കെ, സപ്പോസ് നാളെ ഈ ലെവലിൻ്റെ മുകളിൽ ഒരു എന്താ പറയുക, ഒരു ക്യാൻഡിൽ ഒരു 15 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ നാളെ ഇവിടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യും. അല്ലെങ്കിൽ ഈ ലെവലിൽ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് കയറി കഴിഞ്ഞാലും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നു. ഇതിന് ശേഷം ഇതിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം ഞാൻ എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എവിടെ വെക്കും? ഫസ്റ്റ് ടാർഗറ്റ് ഞാൻ വെക്കുന്നത് 1900 എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ്. എൻ്റെ സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000. ഈ ഒരു ലെവലായിരിക്കും ഞാൻ എൻ്റെ സെക്കൻഡ് ടാർഗറ്റ് ബുക്ക് ചെയ്യുക. പിന്നെ ഇതിനകത്ത് മൂവ്മെൻറ്റ് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പിക്കായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നല്ലൊരു ടാർഗറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ഹുണ്ടായിൽ. ഓക്കെ, നല്ലൊരു മൂവ്മെൻറ്റ് ഇതിനകത്തും പ്രതീക്ഷിക്കാം. ചിലപ്പോൾ ഈ ഒരു ലെവലിൽ ഒന്ന് ടച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. 2000 തന്നെയാണ് ആ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം ഒരു ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യാം. ഒരു 2200 ഇല്ലെങ്കിൽ അതിനുശേഷം പിന്നെ ഒരു 2500 ആ ലെവലൊക്കെ നമുക്ക് ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് ട്രേഡ് എടുക്കുക. ഹുണ്ടായി മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് പറഞ്ഞുതരാം. ഹുണ്ടായിൽ എങ്ങനെയാണ് ട്രേഡ് എടുക്കുക? ഹുണ്ടായിൽ നാളെ ഈ ഒരു ലെവലിൻ്റെ മുകളിൽ ഒരു 1860 റേഞ്ചിൻ്റെ 66-60 റേഞ്ചിൻ്റെ മുകളിൽ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്പ് സൈഡിലോട്ട് ഇൻട്രസ്റ്റഡ് ആണ്. 1900 എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ്. എൻ്റെ സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ നോക്കി മനസ്സിലാക്കി അനലൈസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കുക. ഞാൻ ഈ വരച്ച് വെച്ചേക്കുന്ന പോലെയൊക്കെ നിങ്ങളും വരച്ച് വെച്ച് നോക്കുക. ഇതൊക്കെ നല്ല രീതിയിൽ ഇന്ന് നമ്മുടെ KE ഇൻഡസ്ട്രീസിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. KEയിൽ മാത്രമല്ല എല്ലാ ഇതിനകത്ത് നിഫ്റ്റിയിൽ നോക്കിയാൽ അറിയാം, KE ഇൻഡസ്ട്രീസിൽ നോക്കിയാൽ അറിയാം. നമ്മൾ എവിടെയാണ് ഇന്നലെ വരച്ച് വെച്ചത് കറക്റ്റ് ആ ലെവലിൽ വന്ന് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടാണ് റിവേഴ്സ് വന്നത്. അല്ലെങ്കിൽ ഈ ഒരു കാര്യം വേറെ ഇത് നോക്കുക, നമ്മൾ ഇന്നലെ ട്രേഡ് എടുത്തത് ഏത് ലെവലാണ്? 4997 ഞാൻ വരച്ചു വെച്ചു. ആ കറക്റ്റ് ലെവലിൽ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ടുള്ള മേളിലോട്ട് കയറിയത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അനാലിസിസിൻ്റെ ഗുണം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കി ട്രേഡ് എടുക്കാൻ നോക്കുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നല്ല ട്രേഡ്സ് ഇനിയും കിട്ടും. നമുക്ക് ഈ ഒരു മാസത്തേക്ക് 10% മൂവ്മെൻറ്റ് നമുക്ക് ക്യാച്ച് ചെയ്യണം. ഓക്കെ, ബൈ.